ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ഏകോനത്രിംശോധ്യായം 29ാമത്തെ അധ്യായം. ഈ പുരഞ്ജനോപാഖ്യാനം കഥ പറഞ്ഞതിൻ്റെ ആന്തരാർത്ഥം ഒന്നും കൂടി വിസ്തരിച്ച് ഇതിൽ പറയുകയാണ്. പ്രാചീനബർഹിരുവാച, പ്രാചീനബർഹിസ് പറയുകയാണ്. ഭഗവംസ്തേ വചോസ്മാഭിർ ന സമ്യഗവഗമ്യത്തെ കവയസ്തദ്വിജാനന്തി ന വയം കർമ്മമോഹിതാ. ഭഗവംസ്തേ വചോസ്മാഭിർന സമ്യഗവഗമ്യത്തെ കവയസ്തദ്വിജാനന്തി ന വയം കർമ്മമോഹിതാ. അല്ലയോ ഭഗവാനെ, ഭഗവംസ്തേ വചോസ്മാഭിർ, ഭഗവാനെ അസ്മാഭി, ഞങ്ങളാൽ അങ്ങയുടെ ആ വാക്യങ്ങൾ വേണ്ട വിധം ധരിക്കപ്പെടുന്നില്ല. വചോസ്മാഭിർ ന സമ്യക് അവഗമ്യത, ഇപ്പം പറഞ്ഞതായിരിക്കുന്ന ആ വാക്കുകൾ, അങ്ങയാൽ പറയപ്പെട്ട വാക്കുകളൊന്നും നമുക്ക് അത്രയ്ക്കും അങ്ങോട്ട് വേണ്ട വിധം അവഗമ്യതയെ ധരിക്കപ്പെടുന്നില്ല. പ്രാചീന ബർഹിസ് പറയാണ്. തത് കവയഹ, ക്രാന്തദർശികൾ നന്നായി അറിയുന്ന ആ കർമ്മങ്ങളിൽ വ്യാപരിച്ച് ആ ബുദ്ധി പിഴച്ച ഞങ്ങൾ അറിയുന്നില്ല. ഈ ക്രാന്തദർശികളെ നന്നായിട്ട് അറിയുന്ന ഈ കാര്യത്തെ പറ്റിയിട്ട് കർമ്മത്തിൽ മോഹിക്കപ്പെട്ടുള്ള ആൾക്കാരായിട്ടുള്ള, കർമ്മങ്ങളിൽ വ്യാപരിച്ചിരിക്കുന്ന ആയിട്ടുള്ള ബുദ്ധി പിഴച്ചതായിരിക്കുന്ന ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിവില്ല. ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, അസ്മാഭിഹി, ഞങ്ങളാൽ, തേ അങ്ങയുടെ വചഃ വാക്യം, സമ്യക് വേണ്ട വിധം ന അവഗമ്യതേ ധരിക്കപ്പെടുന്നില്ല. അങ്ങ് ഈ പറഞ്ഞ കഥ അങ്ങോട്ട് കേട്ടിട്ട് മുഴുവനായിട്ട് അതിൻ്റെ തത്വം നമുക്ക് ഗ്രഹിക്കാനാവുന്നില്ല. തത് അത് കവയഹ, ക്രാന്തദർശികൾ അവർ നന്നായിട്ട് അറിയുന്നു. വിജാനന്തി, തത് കവയഹ വിജാനന്തി, ക്രാന്തദർശികൾ അതിനെ പറ്റിയിട്ട് നല്ലപോലെ അറിയുന്നു. കർമ്മമോഹിതാഹ, കർമ്മങ്ങളിൽ മോഹിക്കപ്പെട്ട് കഴിയുന്ന വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ആ ബുദ്ധി പിഴച്ചിട്ടുള്ള ഞങ്ങൾക്ക് വയം നഹ, ഞങ്ങൾ അതിനെ പറ്റിയിട്ടും വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടി പറയാത്ത പദങ്ങൾ. ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, അസ്മാഭിഹി ഞങ്ങളാൽ, തേ അങ്ങയുടെ, വചഃ വാക്യം, സമ്യക് വേണ്ട വിധം, ന അവഗമ്യതേ ധരിക്കപ്പെടുന്നില്ല. തത് അത് കവയഃ ക്രാന്തദർശികൾ വിജാനന്തി നന്നായിട്ട് അറിയപ്പെടുന്നു. എന്നാൽ കർമ്മമോഹിത, കർമ്മങ്ങളിൽ വ്യാപരിച്ച് ആ ബുദ്ധി പിഴച്ച വയം നഹ, ഞങ്ങൾ അതിനെപ്പറ്റി അറിയുന്നില്ല. ഒന്നുകൂടി പറയാം. ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, അസ്മാഭി ഞങ്ങളാൽ, തേ അങ്ങയുടെ, വചഃ വാക്യം, സമ്യക് വേണ്ട വിധം, ന അവഗമ്യതേ ധരിക്കപ്പെടുന്നില്ല. തത് അത് കവയവഃ ക്രാന്തദർശികൾ വിജാനന്തി നന്നായിട്ട് അറിയുന്നു. കർമ്മമോഹിതാഹ കർമ്മങ്ങളിൽ വ്യാപരിക്കിച്ച് ആ ബുദ്ധി പിഴച്ച വയം നഹ ഞങ്ങൾ അറിയുന്നില്ല. ഒരു തന്വയം വന്നിട്ട് ഹേ ഭഗവൻ അസ്മാഭി തേ വചഃ സമ്യക് ന അവഗമ്യതേ. തത് കവയഃ വിജാനന്തി, കവയഃ വിജാനന്തി കർമ്മമോഹിതാഹ വയം ന പറയുന്നത്. ഒന്നുകൂടി പറയാം. ഹേ ഭഗവൻ അസ്മാഭിഹി തേ വചഃ സമ്യക് ന അവഗമ്യതേ. തത് കവയഃ വിജാനന്തി കർമ്മമോഹിതാഹ ന വയം നഹ. അല്ലയോ ഭഗവാനെ, ഞങ്ങളാൽ അങ്ങയുടെ ആ വാക്യം വേണ്ട വിധം ധരിക്കപ്പെടുന്നില്ല. അത് ആ ക്രാന്തദർശികൾക്ക് നന്നായിട്ട് അറിയുന്നതാകുന്നു. കർമ്മങ്ങളിൽ വ്യാപരിച്ച ബുദ്ധി പിഴച്ച നമ്മൾ എന്താണെന്ന് അറിയുന്നില്ല. അല്ലയോ ഭഗവാനായിരിക്കുന്ന ശ്രീനാരദ മഹർഷേ, അങ്ങയുടെ
ആ ആഖ്യാനത്തിൻ്റെ ആന്തരാർത്ഥം നമുക്ക് നല്ലവണ്ണം മനസ്സിലായിട്ടില്ല. ആ തത്വജ്ഞാനികൾക്ക് അതറിയാം. എന്നാൽ ആ കർമ്മമാർഗത്താൽ വ്യാമോഹിക്കപ്പെട്ടവരായിട്ടുള്ള നാം അത് എന്തെന്ന് അറിയുന്നില്ല എന്നുള്ള പറയുന്നത്. അസ്മദോ ദ്വയോശ്ച വയം ബഹുവചനത്തിലാണ്. സ്വാതന്ത്ര്യത്തോടെ പറയുമ്പോൾ ആ ബഹുവചനം, പാരതന്ത്ര്യത്തോടെ ആയാൽ ഏകവചനമോ ദ്വിവചനമോ. സ്വാതന്ത്രേണ വിവക്ഷ തദാ ബഹുവചനം ഭവിഷ്യതി, തദാ പാരതന്ത്രേണ തദ്വൈകവചനം ദ്വിവചനേ ഭവിഷ്യതി. അപ്പം അതുകൊണ്ടാണ് അത് അസ്മാഭിഹി എന്ന് പറഞ്ഞത്, ഞങ്ങളാൽ നമ്മുടെ പറയാനുള്ള കാരണം. അപ്പോൾ ഇതിലത്തെ അർത്ഥം വന്നിട്ട് പ്രാചീന ബർഹിസ് പറയുകയാണ്, ഭഗവൻ അങ്ങയുടെ വാക്ക് എനിക്ക് ശരിയായിട്ട് അറിയുവാൻ കഴിയുന്നില്ല. ആധ്യാത്മതത്വം അറിയുന്നവർ മാത്രം അത് മനസ്സിലാക്കുന്നു. കർമ്മമോഹിതരായിരിക്കുന്ന ഞങ്ങൾ അതിനെപ്പറ്റി മുഴുവനായിട്ട് വ്യക്തമായിട്ട് അറിയുന്നില്ല. ശ്രീനാരദമുനി അരുളി ചെയ്തതിനെ കേട്ട ആ പ്രാചീന ബർഹിസ് സംശയം മുഴുവനും തീർക്കുവാനുള്ള താല്പര്യത്തോടെ മുനിയോട് ചോദിക്കുകയാണ്, ഹേ ഭഗവൻ, അങ്ങ് അരുളി ചെയ്തതിൻ്റെ ആ സാരം മുഴുവനായിട്ടും വേണ്ടതുപോലെ അറിവാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. വിചാരകുശലന്മാരായിരിക്കുന്ന വിവേകികൾക്ക് മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളാകട്ടെ കർമ്മങ്ങളിൽ നിരന്തരം ഭ്രമിച്ചിരിക്കുന്നവരാകയാൽ ആ ജ്ഞാനത്തിൽ പൂർണ്ണാധികാരികളായിട്ടില്ല. അതിനാൽ ഗൗരവമേറിയിരിക്കുന്ന അങ്ങയുടെ ഉപദേശത്തിൽ അടങ്ങിയിരിക്കുന്ന സാരത്തെ സ്പഷ്ടമായിട്ട് വ്യാഖ്യാനിക്കാൻ കരുണയുണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇതിൽ വ്യാഖ്യാനത്തിൽ നോക്കാം. ഉൻത്രിംശോ പരോക്ഷ്യാർത്ഥ ആഖ്യാഖ്യാനേനോപ സംഹൃതം. പരോക്ഷമായിട്ട് പറഞ്ഞതിനെ വ്യാഖ്യാനിച്ച് ഒന്നുകൂടി അതിനെ സ്പഷ്ടമാക്കുന്നു എന്നർത്ഥം. സ്ത്രീ സംഗതോ സ്ത്രീ സംഗതോ ഭവസ്ത്വീശാംഗാൻ മുക്തി ഇതി സ്ഫുടം. സ്ത്രീ സംഘത്തിലായാലും അദ്ദേഹത്തിന് ഭഗവത് സംഘം ലഭിച്ചപ്പോൾ മുക്തി കിട്ടി എന്നുള്ളത് സ്ഫുടമാണ്. സ്ത്രീ സംഗതോ ഭവസ്ത്വീശങ്കാൻ മുക്തിരീതി സ്ഫുടം. എന്നിട്ടും കൂടി മുക്തി കിട്ടി. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പ്രാചീന ബർഹിരുവാച, പ്രാചീന ബർഹിസ് പറയുന്നു, ഹേ ഭഗവൻ, അല്ലയോ നാരദ മഹർഷേ. ഭഗവൻ എന്ന് പറയുന്നത് അവിടെ നാരദ മഹർഷീനെയാണ്. വയം ഞങ്ങൾ കർമ്മമോഹിതാസ്തവ വച, കർമ്മമോഹിതർ ആണെങ്കിലും അങ്ങയുടെ വാക്കുകൾ കർമ്മമോഹിതരാകയാലാണ്. മോഹിതാസ്തവ, കർമ്മമോഹിതരാകയാൽ അങ്ങയുടെ വാക്യം വചഃ സമ്യഗ്ന വിദ്മഹ, അതിന് വേണ്ട വിധത്തിൽ നമ്മൾക്ക് അതിനെ മനസ്സിലായിട്ടില്ല. ജ്ഞാനിനോ ജാനന്തി, ജ്ഞാനികളായിരിക്കുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതः സ്പഷ്ടതയാ വച, അതുകൊണ്ട് വളരെ സ്പഷ്ടമാക്കിയിട്ട് പറഞ്ഞു തരണം എന്ന് പറയണം. ഒന്നുകൂടി പറയാം. പ്രാചീന ബർഹിരുവാച, പ്രാചീന ബർഹിസ് പറയുന്നു, ഹേ ഭഗവൻ, അല്ലയോ നാരദ മഹർഷേ, വയം കർമ്മമോഹിതാസ്തവ, ഞങ്ങൾ കർമ്മമോഹിതരായിട്ടുകൊണ്ട് തവ വച, അങ്ങയുടെ ആ വാക്കുകൾ സമ്യക് നവിദ്മഹ, വേണ്ട വിധത്തിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ജ്ഞാനിനോ ജാനന്തി, ജ്ഞാനികളായവർക്ക് അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് അറിയാം. അതഃ അതുകൊണ്ട് സ്പഷ്ടതയാ വച, സ്പഷ്ടമാക്കിയിട്ട് ഒന്നുകൂടി പറഞ്ഞു തന്നാലും. അപ്പോൾ പ്രാചീന ബർഹിരുവാച, ഹേ ഭഗവൻ, വയം കർമ്മമോഹിതാസ്തവ വചഃ സമ്യക് ന വിദ്മഹ ജ്ഞാനിനോ ജാനന്തി അതഃ സ്പഷ്ടതയാ വച എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഇത് നാരദ മഹർഷി ഇതിന് മറുപടിയായിട്ട് പറയുകയാണ്. പുരുഷം പുരഞ്ജനം വിദ്യാദ്യത് വെനക്ദ്യാത്മന വിദ്യാത്
വ്യനക്ത്യാത്മനഃപുരം ഏകദ്വിത്രിചതുഷ്പാദം ബഹുപാദം അപാദകം. നാരദ ഉവാച പുരുഷം പുരഞ്ജനം വിദ്യാദ്യദ്വ്യനക്ത്യാത്മനഃ പുരം ഏതദ്വിത്രിചതുഷ്പാദം ബഹുപാദമപാദകം. ആ പുരഞ്ജനനെ, ആ ജീവാത്മാവ് എന്ന് അറിയണം. പുരുഷം പുരഞ്ജനം, ആ പുരഞ്ജനനെ ജീവാത്മാവ് പുരുഷൻ ആണെന്ന് അറിയണം. വിദ്യാത് യത് ഏത് ആത്മനഃ തനിക്ക് വേണ്ടിയിട്ട് ഏകത്രി ചതുഷ്പാദം, 1 2 3 4 കാലുള്ളതോ ബഹുപാദം അനേക കാലുകളുള്ളതോ അപാദകം കാലുകളില്ലാത്തതോ ആയ പുരം ശരീരമാവുന്ന പുരത്തെ വിനക്തി വ്യക്തമാക്കുന്നു. ഈ പുരം എന്ന് പറയുന്നത് പുരഞ്ജനം എന്ന് പറയുന്നത് പുരഞ്ജനനെ പുരുഷം ആ ജീവാത്മാവെന്ന വിദ്യ അറിയണം. യത് ഏതാണോ ആത്മനഃ തനിക്ക് വേണ്ടിയിട്ട് ചതുഷ്പദം 1 2 3 4 കാലുകൾ ഉള്ളതോ ബഹുപാദം അനേക പാദങ്ങളുള്ളതോ അപാദകം കാലില്ലാത്തത് തന്നെയോ ആയിട്ടുള്ള പുരം, ആ പുരം കാലുകളൊന്നും ഇല്ലാത്തതായിരിക്കുന്ന ആ പുരം ശരീരമാവുന്ന പുരത്തെ വ്യനക്തി വ്യക്തമാക്കണം. അപ്പോൾ പുരഞ്ജനം എന്നുള്ളതിനെ പറ്റി ജീവനാണ് എന്നുള്ളത് അറിയണം. ആ ജീവൻ ജന്മാന്തരങ്ങളിൽ ഒറ്റക്കാലുള്ളതും 2 കാലുള്ളതും 3 കാലുള്ളതും 4 കാലുള്ളതും അനേകം കാലുകളുള്ളതും കാലുകളിൽ ഒന്നും ഇല്ലാത്തതുമായിട്ടുള്ള അങ്ങനെയുള്ള ആ പുരങ്ങളെ അഥവാ ശരീരങ്ങളെ സ്വീകരിക്കണം. ഈ പുരുഷൻ, ഈ ജീവൻ പല വിധത്തിലുള്ള അനവധി തലത്തിലുള്ള ആ ജീവയോനികളിൽ ജനിക്കണം. അതായത് ഒറ്റക്കാലിൽ നടക്കുന്ന കാലുകളില്ലാത്തതായിട്ടുള്ള ജീവൻ, അതുപോലെ 2 കാലുകളിൽ 3 കാലിൽ 4 കാലിൽ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള യോനികളിൽ പിറന്നിട്ട് ആ ജീവൻ പുരം, ആ ശരീരമാവുന്ന പുരത്തെ ആണ് ആ ജീവാത്മാവ് ആ പുരത്തിലാണ് വസിക്കുന്നത്. അപ്പോൾ പുരഞ്ജനനെ ആ ജീവാത്മാവെന്നും അതുപോലെ ആ ശരീരത്തെ പുരത്തെ ശരീരം എന്നും ഇവിടെ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് നാരദൻ. പുരഞ്ജനനെ പുരുഷം ജീവാത്മാവ് എന്ന് വിദ്യാത് അറിയണം. യത് ഏത് ആത്മനഃ തനിക്ക് വേണ്ടി ഏതദ്വിത്രിചതുഷ്പദം 1 2 കാലോ 1 2 3 4 കാലുള്ളതോ ബഹുപാദം അനേകം കാലുകളുള്ളതോ അപാദകം കാലുകളില്ലാത്തതോ ആയ പുരം, ആ പുരം ശരീരമാവുന്ന ആ പുരത്തെ വ്യനക്തി വ്യക്തമാക്കുന്നതാണ്. പുരുഷം പുരഞ്ജനം വിദ്യാദ്യത് വ്യനക്ത്യാത്മനഃ പുരം. പുരം എന്ന് പറയുന്നത് ആത്മാവാണ്. പുരം എന്ന് പറയുന്നത് ഏകദ്വിത്രി ചതുഷ്പാദം ബഹുപാദം അപാദകം, ഇങ്ങനെ പല വിധത്തിലുള്ള കാലുകളുള്ളതായിരിക്കുന്ന ഇല്ലെങ്കിൽ കാലുകളില്ലാത്തതായിരിക്കുന്ന ആ ശരീരത്തെയാണ്. ആത്മനഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരത്തെ. പുരം എന്ന് പറഞ്ഞാൽ ശരീരം. ആ പുരത്തെ ശരീരത്തെ ഇങ്ങനെ വ്യക്തമാക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ വരുന്ന പദങ്ങൾ പുരഞ്ജനനെ പുരുഷം ജീവാത്മാവെന്ന് വിദ്യാത് അറിയണം. യത് ഏത് ആത്മനഃ തനിക്ക് വേണ്ടി ഏകദ്വിത്രിചതുഷ്പാദം 1 2 3 4 കാലുകളുള്ളതോ ബഹുപാദം അനേകം കാലുകളുള്ളതോ
അപാദകം ഇല്ലാത്തതു തന്നെയോ ആയ പുരം, ആ ശരീരം ആവുന്ന പുരത്തെ വ്യനക്തി വ്യക്തമാക്കുന്നു. ഒന്നുകൂടി പറയാം. പുരഞ്ജനം, പുരഞ്ജനനെ പുരുഷ ജീവാത്മാവെന്ന് വിദ്യ അറിയണം. യത് ഏത് ആത്മനഃ തനിക്ക് വേണ്ടി ഏകദ്വിത്രിചതുഷ്പാദം ഒന്നോ രണ്ടോ മൂന്നോ നാലോ കാലുകളുള്ളതോ, ബഹുപാദം അനേകം കാലുകളുള്ളതോ, അപാദകം ഇല്ലാത്തത് തന്നെയോ ആയ പുരം ശരീരമാവുന്ന പുരത്തെ വ്യനക്തി വ്യക്തമാക്കുന്നു. അപ്പോൾ പുരഞ്ജരനെ ജീവനെന്ന് അറിയണം. ആ ജീവൻ ജന്മാന്തരങ്ങളിൽ ഒറ്റക്കാലുള്ളതും രണ്ടു കാലുള്ളതും മൂന്ന് കാലുള്ളതും നാലു കാലുള്ളതും അനേക കാലുകളുള്ളതും കാലുകളൊന്നുകൾ ഇല്ലാത്തതുമായിരിക്കുന്ന പുരങ്ങളെ അഥവാ ശരീരങ്ങളെ സ്വീകരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ പുരഞ്ജനം പുരുഷം വിദ്യാത് യത് ആത്മനഃ ഏകദ്വിത്രിചതുഷ്പാദം ബഹുപാദം അപാദകം പുരം വ്യനക്തി. എന്നുകൂടി പറയാം. പുരഞ്ജനം പുരുഷം വിദ്യാത് യത് ആത്മനഃ ഏകദ്വിത്രിചതുഷ്പാദം ബഹുപാദം അപാദകം പുരം വ്യനക്തി. പുരഞ്ജനനെ ആ ജീവാത്മാവെന്ന് അറിയണം. അതുപോലെ തനിക്ക് വേണ്ടി ആ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കാലുകളുള്ളതോ അനേകം കാലുകളുള്ളതോ കാലില്ലാത്തതോ ആയിരിക്കുന്ന ആ ശരീരമാവുന്ന പുരത്തെ അത് വ്യക്തമാക്കുന്നു. അപ്പോൾ പുരഞ്ജനയുടെ ജീവനാണെന്ന് അറിയണം. ആ ജീവൻ ജന്മാന്തരങ്ങളിൽ ഒറ്റക്കാലുള്ളതും രണ്ട് കാലുള്ളതും മൂന്ന് കാലുള്ളതും നാലു കാലുള്ളതും അനേകം കാലുകളുള്ളതും കാലുകളൊന്നുമില്ലാത്തതുമായിരിക്കുന്ന പുരങ്ങളെ അഥവാ ശരീരങ്ങളെ സ്വീകരിക്കുന്നു. കാലുകളുടെ എണ്ണം കൊണ്ട് വ്യത്യസ്ത ജീവികളെ നിർദ്ദേശിക്കുകയാണ്. ഏകപാത് എന്നാൽ ഒറ്റക്കാലുള്ള ഒരു തരം ചിലന്തി, വൃക്ഷം എന്നും പറയാം. ദ്വിപാത് എന്നാൽ രണ്ടു കാലുള്ളത്, അതായത് മനുഷ്യൻ. മൂന്ന് കാലുകളുള്ള ജീവികൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നിരിക്കാം മൂന്ന് കാലുള്ളത്. നാല് കാലുള്ളത് മൃഗങ്ങൾ, അനേകം കാലുകളുള്ളത് പാമ്പുവർഗം, കാലുകളില്ലാത്തത് മത്സ്യം മുതലായിരിക്കുന്ന ചില ജലജീവികൾ. ജീവനാണ് ഓരോ ശരീരങ്ങളെ ജനിപ്പിക്കുന്നത് അഥവാ സ്വീകരിക്കുന്നത്. പുരം ശരീരം ജനയതീതി, പുരം ശരീരം ജനയതീതി പുരഞ്ജനഃ എന്നാണ് അതിൻ്റെ വിഗ്രഹം. പുരഞ്ജനൻ എന്നുള്ളതിൻ്റെ വിഗ്രഹം പുരം ശരീരം ജനയതീതി പുരഞ്ജനഃ. ഏകപാദാദിരൂപേണ ദേഹഭേദാസ്ത്വനേകശഃ, ദേഹഭേദം കൊണ്ട് അനേകമായിട്ട് ഗരുഡപുരാണത്തിൽ പറയുന്നുണ്ട്. ഏകപാദാദിരൂപേണ, ഏകപാദം തുടങ്ങിയിട്ടുള്ള രൂപങ്ങളിൽ അനേകശഃ, ദേഹഭേദം കൊണ്ട് അനേകമായിരിക്കുന്ന എന്ന തത്വമാണ് ഇവിടെയും ആ ജീവികളെ തരംതിരിക്കുന്നത്. അപ്പം കാലുകളുടെ സംഖ്യ കൊണ്ടാണ് ഇങ്ങനെ പലതരത്തിലുള്ള ആ ജീവയോനികളെ പറ്റിയിട്ട് ഇവിടെ പരാമർശിക്കുന്നത്. ഇതിലത്തെ അർത്ഥം ആ പുരഞ്ജനൻ എന്ന് പറഞ്ഞത് ആ ക്ഷേത്രജ്ഞൻ ആണെന്ന് അറിയണം, അതായത് ജീവൻ. എന്തെന്നാൽ ആ ക്ഷേത്രജ്ഞൻ ഒരു പാദം രണ്ട് പാദം മൂന്ന് പാദം അനേക പാദങ്ങൾ എന്നിവയുള്ളതും പാദങ്ങളില്ലാത്തതുമായിരിക്കുന്ന പലതരം ശരീരങ്ങളെയും തൻ്റെ പൂർവവാസനകളാൽ വ്യക്തമാക്കുന്നു. നാരദൻ പറഞ്ഞു, അങ്ങനെ പുരുഷം പുരഞ്ജനം വിദ്യാത് വ്യനക്യാത്മനാപുരം ഏകദ്വിത്രിചതുഷ്പാദം ബഹുപാദം അപാദകം. പുരഞ്ജനൻ എന്നുള്ള ആ ശബ്ദത്താൽ തത്വത്തെ സൂചിപ്പിക്കുന്നു. ജന്മാന്തര കർമ്മങ്ങളെ അനുസരിച്ച് ഒന്നോ രണ്ടോ നാലോ അനേകങ്ങളോ കാലുകൾ ഉള്ളതും കാലുകളൊന്നുമില്ലാതെ ഇരിക്കുന്നതും ആയിരിക്കുന്ന ശരീരമാകുന്ന വാസസ്ഥാനത്തെ ആശ്രയിക്കുന്നത് ജീവസ്വഭാവമാവുകയാൽ പുരഞ്ജനൻ എന്ന നാമം കൽപ്പിച്ചതാകുന്നു. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. നാരദൻ പറയുകയാണ്,
ഏകദ്വിത്രിചതുഷ്പാദകം, 1, 2, 3, 4 കാലുകളുള്ളതും, ബഹുപാദകമപാദകം, അനേക കാലുകളുള്ളതും കാലുകളില്ലാത്തതുമായിരിക്കുന്ന പുരഞ്ജനം. ആ പുരഞ്ജനനെ ജീവം, ജീവാത്മാവായിട്ട് വിദ്യാത് അറിയണം. പുരഞ്ജനനെ അനേകം ശരീരത്തോട് കൂടിയിരിക്കുന്ന അനേകദ്വിത്രിചതുഷ്പാദകം ബഹുപാദകം അപാദകം പുരം, അങ്ങനെയുള്ള ശരീരങ്ങളിൽ ജനിച്ചിരിക്കുന്ന ആ ജനിക്കുന്ന ജീവനെ പുരഞ്ജനൻ എന്ന്, ജീവം, പുരഞ്ജനനെ ജീവനായിട്ട് ജീവാത്മാവായിട്ട് വിദ്യാത് മനസ്സിലാക്കണം എന്നർത്ഥം. അപ്പൊ നാരദ ഉവാച ഏകദ്വിത്രിചതുഷ്പാദകം ബഹുപാദകം അപാദകം പുരഞ്ജനം ജീവം വിദ്യ എന്നാണ് വ്യാഖ്യാനത്തിൽ വരുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. യോ വിജ്ഞാതാഹൃതസ്തസ്യ പുരുഷസ്യ സഖേശ്വരഃ യന്ന വിജ്ഞായത്തെ പുംഭിർനാമഭിർവാ ക്രിയാഗുണൈഃ. യോ വിജ്ഞാതഹൃതസ്തസ്യ, യോ അവിജ്ഞാതാഹൃതസ്തസ്യ എന്നാണ് അവിടെ. യോ അവിജ്ഞാതാഹൃതസ്തസ്യ പുരുഷസ്യ സഖേശ്വരഃ യന്ന വിജ്ഞായത്തെ പുംഭിർ നാമഭിർവാ ക്രിയാഗുണൈഃ. തസ്യ, ആ ജീവാത്മാവിൻ്റെ, ആ പുരഞ്ജനൻ്റെ അവിജ്ഞാതാഹൃത, അവിജ്ഞാതൻ എന്നറിയപ്പെടുന്ന സഖാവ് യഹ സഹ, ആരോ, അയാൾ ഈശ്വരൻ, സഹ ഈശ്വര, അയാൾ ഈശ്വരനാണ്. യാതൊന്ന് പേരുകളാലോ ക്രിയാഗുണൈഹി, നാമഭി പേരുകളാലോ ക്രിയാഗുണങ്ങളാലോ, പുംഭിഹി ആ ജീവാത്മാക്കളാൽ ന വിജ്ഞായതേ അറിയപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ സഖാവിനെ, ആ ജീവനിലുള്ള ആ ജീവാത്മാവിലുള്ള ആ ചേർന്ന് നിൽക്കുന്ന ആ സഖാവിനെ, ആ സ്നേഹിതനെ പേരുകൾ കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ക്രിയകൾ കൊണ്ടോ ഒന്നും, ഗുണങ്ങൾ കൊണ്ടോ ഒന്നും തന്നെ ആ ജീവാത്മാക്കളാൽ അറിയപ്പെടുന്നില്ല. അപ്പൊ തസ്യ ആ പുരുഷസ്യ ആ ജീവാത്മാവിൻ്റെ അവിജ്ഞാതാഹൃത, അവിജ്ഞാതാവെന്നറിയപ്പെടുന്ന ഒന്നും അറിയപ്പെടാത്ത അദ്ദേഹത്തിൻ്റെ വേറെബൌട്ട്സ്, അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ശരിക്കും അറിയാനാവുന്നില്ല എന്നർത്ഥം. അവിജ്ഞാതാഹൃത, അവിജ്ഞാതെന്ന് അറിയപ്പെട്ട സഖാവ് യഹ സഹ, ആരോ, അയാൾ ഈശ്വരനാണ്. യാതൊന്ന് നാമഭിഹി പേരുകളാലോ ക്രിയാഗുണൈഹി വാ ക്രിയാഗുണങ്ങൾ ഇവകളാലോ പുംഭിഹി ജീവാത്മാക്കളാൽ ന വിജ്ഞായതേ അറിയപ്പെടുന്നില്ല. എന്നുകൂടി പറയാം. തസ്യ ആ പുരുഷസ്യ ജീവാത്മാവിൻ്റെ അവിജ്ഞാതാഹൃത, അവിജ്ഞാതൻ എന്നറിയപ്പെട്ട സഖാവ് യഹ സഹ, ആരോ, അയാൾ ഈശ്വരനാണ്. യാതൊന്ന് നാമഭിഹി പേരുകളാലോ ക്രിയാഗുണൈഹി വാ ക്രിയാഗുണങ്ങൾ ഇവകളാലോ പുംഭിഹി ജീവാത്മാക്കളാൽ ന വിജ്ഞായതേ അറിയപ്പെടുന്നില്ല. അപ്പോൾ തസ്യ പുരുഷസ്യ അവിജ്ഞാതാഹൃതഃ സഖാഃ യഹ സഹ ഈശ്വരഃ യത് നാമഭിഃ ക്രിയാഗുണൈഃ വാ പുംഭിഃ ന വിജ്ഞായതേ. എന്നുകൂടി പറയാം. തസ്യ പുരുഷസ്യ അവിജ്ഞാതാഹൃതഃ സഖാഃ യഹ സഹ ഈശ്വരഃ യത് നാമഭിഃ ക്രിയാഗുണൈഃ വാ പുംഭിഃ ന വിജ്ഞാതേ. ആ ജീവാത്മാവിൻ്റെ ആ അവിജ്ഞാതൻ എന്നറിയപ്പെട്ട ആ സഖാവ് ആരോ, അയാൾ ഈശ്വരൻ ആണ്. യാതൊന്ന് പേരുകളാലോ ക്രിയാഗുണങ്ങൾ ഇവകളാലോ ജീവാത്മാക്കളാൽ അറിയപ്പെടുന്നില്ല. അപ്പോൾ
പുരഞ്ജനന് പേരറിയാത്ത ഒരു സഖാവുണ്ടെന്ന് പറഞ്ഞത് ആ ഈശ്വരനെ പറ്റിയാണ്. ഈശ്വരൻ എന്ന് ആ ഈശ്വരന് നാമരൂപങ്ങളോ കർമ്മമോ ഗുണമോ ഒന്നും ഇല്ലായ്കയാണ് അങ്ങനെ വിവരിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ എന്താണ് അറിയപ്പെടാത്ത ആളെന്ന് വിവരിക്കാനുള്ള കാരണം. പുരഞ്ജനൻ പേരറിയാത്ത ഒരു പുരഞ്ജനന് പേരറിയാത്ത ഒരു സഖാവുണ്ടെന്ന് പറഞ്ഞത് ഈശ്വരനെ പറ്റിയാണ്. ആ ഈശ്വരന് നാമരൂപങ്ങളോ കർമ്മമോ ഗുണമോ ഒന്നും ഇല്ലായ്കയാളാണ് അങ്ങനെ വിവരിച്ചത്. അപ്പോൾ ആ പുരുഷന്റെ പേരറിയാത്ത സഖാവ് എന്ന് പറയപ്പെട്ടത് ഈശ്വരനാകുന്നു. എന്തെന്നാൽ ഈശ്വരൻ ജനങ്ങളാൽ നാമങ്ങൾ, ക്രിയകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്നിവ കൊണ്ട് അറിയപ്പെടുന്നില്ല. പുരഞ്ജനൻ എന്നുള്ള ആ ശബ്ദത്താൽ ജീവതത്വത്തെ സൂചിപ്പിക്കുന്നു. ജന്മാന്തര കർമ്മങ്ങളെ അനുസരിച്ച് 1, 2, 4 അനേകങ്ങളോ കാലുകൾ ഉള്ളതും കാലുകൾ ഒന്നുമില്ലാതെ ഇരിക്കുന്നതും ആയിരിക്കുന്ന ശരീരമാകുന്ന വാസസ്ഥാനത്തെ ആശ്രയിക്കുന്നത് ജീവസ്വഭാവം ആകയാൽ പുരഞ്ജനൻ എന്ന നാമം കൽപ്പിച്ചതാകുന്നു. അങ്ങനെ ജീവന്റെ സഖാവായിരിക്കുന്ന ഈശ്വരനെ അവിജ്ഞാതൻ എന്ന ശബ്ദത്താൽ സൂചിപ്പിക്കുന്നു. കാരണം ആ ജീവന്മാർക്ക് ഈശ്വരന്റെ ക്രിയകളെയോ ഗുണങ്ങളെയോ നാമങ്ങളെയോ അറിയുവാൻ കഴിയില്ല. അതിനാൽ അറിയപ്പെടാത്തവൻ എന്നർത്ഥമായിരിക്കുന്ന അവിജ്ഞാത ശബ്ദം കൊണ്ട് ആ ഈശ്വരനെ കൽപ്പിക്കുന്നു എന്നർത്ഥം. ഇതിലെ വ്യാഖ്യാനത്തിൽ എന്താ പറയണത് നോക്കാം. അസ്യാവിജ്ഞാതം, ആ പുരഞ്ജനന്റെ അവിജ്ഞാതം സഖാ, അവിജ്ഞാതനായിരിക്കുന്ന സഖായം, അവിജ്ഞാതാവായിരിക്കുന്ന സഖായം ഈശ്വരം, സഖാവിനെ ഈശ്വരം ജാനീയ, ഈശ്വരനായിട്ട് കണക്കാക്കണം. അസ്യാവിജ്ഞാതം, ആ പുരഞ്ജനന്റെ അവിജ്ഞാതം അറിയപ്പെടാത്ത സഖാവ്, സഖായം, സഖാവ് ഈശ്വരം, ഈശ്വരനാണെന്ന് ജാനീയ അറിയണം. അസ്യാവിജ്ഞാതം സഖായം ഈശ്വരം ജാനീയ. അതിൽ പറയുന്നുള്ളൂ, ആ വ്യാഖ്യാനത്തിൽ പറയുന്നുള്ളൂ അസ്യാവിജ്ഞാതം സഖായം ഈശ്വരം ജാനീയ. അങ്ങനെ ആ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അവിജ്ഞാതൻ, അറിയപ്പെടാത്ത സഖാവായിട്ട് ആ ഈശ്വരനെ അറിയണം. ആ ഈശ്വരനെ ആർക്കും ഗുണങ്ങളാലോ നാമങ്ങളാലോ ക്രിയകളാലോ ഒന്നും അറിയപ്പെടാൻ സാധ്യമല്ല എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. യദാ ജിഘൃക്ഷൻ പുരുഷഃ കാസ്നേന പ്രകൃതേർഗുണാൻ നവദ്വാരം ദ്വിഹസ്താംഘ്രി തത്രാം അനുത സാധ്വിതി. യദാ ജിഘൃക്ഷൻ പുരുഷഃ കാസ്നേന പ്രകൃതേർഗുണാൻ നവദ്വാരം ദ്വിഹസ്താംഘ്രി തത്രാമനുത സാധ്വിതി. കൂടി പറയാം. യദാ ജിഘൃക്ഷൻ പുരുഷഃ കാസ്നേന പ്രകൃതേർഗുണാൻ നവദ്വാരം ദ്വിഹസ്താംഘ്രി തത്രാമനുത സാധ്വിതി. അപ്പോൾ ആ ജീവാത്മാവ് എപ്പോൾ ആ പ്രകൃതിയുടെ ഗുണങ്ങൾ മുഴുവനും ഗ്രഹിക്കുന്നുവോ, ഗ്രഹിക്കുവാൻ ഇച്ഛിക്കവേ ആ 9 ദ്വാരങ്ങളും 2 കൈകാലുകളും ഇവയുള്ളത് അവിടെ ഉചിതം എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ജീവാത്മാവ് എപ്പോൾ ആ പ്രകൃതിയുടെ ഗുണങ്ങൾ മുഴുവനും ഗ്രഹിക്കുവാൻ ഇച്ഛിക്കുന്നുവോ, പ്രകൃതിയുടെ ഗുണങ്ങളെ മുഴുവൻ അറിയാൻ വേണ്ടി ഇച്ഛിക്കുന്നവർക്ക് 9 ദ്വാരങ്ങളും 2 കൈകാലുള്ളതും അവിടെ അങ്ങനെയുള്ള ഒരു ശരീരം വളരെ ഉചിതം ആണെന്ന്, ഒരു മനുഷ്യൻ്റെ ശരീരം അവർക്ക് ഉചിതമാണെന്ന് അമനുത എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു.
അപ്പോൾ യഥാ വിഘൃക്ഷൻ പുരുഷ കാസ്നേന പ്രകൃതേർഗുണാൻ നവദ്വാരം ദ്വിഹസ്താഘ്രി തത്രാമനുത സാധ്വിതി. പദത്തെ പദങ്ങളെ പുരുഷ ജീവാത്മാവ് യഥാ എപ്പോൾ പ്രകൃതേഹെ പ്രകൃതിയുടെ ഗുണങ്ങൾ കാസ്നേന മുഴുവനും ജിഗൃക്ഷൻ ഗ്രഹിക്കുവാൻ ഇച്ഛിക്കുന്നുവോ നവദ്വാരം 9 ദ്വാരങ്ങളും ദ്വിഹസ്താംഘ്രി 2 കൈകാലുകൾ ഇവയുള്ളത് തത്ര അവിടെ സാധു ഇതി ഉചിതം എന്ന് അമനുത ചിന്തിച്ചു. ഇവിടെ പറയാം പുരുഷ ജീവാത്മാവ് യഥാ എപ്പോൾ പ്രകൃതേഹെ പ്രകൃതിയുടെ ഗുണങ്ങൾ കാസ്നേന മുഴുവനും ജിഗൃക്ഷൻ ഗ്രഹിക്കുവാനിച്ഛിക്കുകയെ നവദ്വാരം 9 ദ്വാരങ്ങളും ദ്വിഹസ്താംഘ്രി 2 കൈകാൽ ഉള്ള ഇവയുള്ളത് തത്ര അവിടെ സാധു ഇതി ഉചിതം എന്ന് അമന്ദത ചിന്തിച്ചു. അടുത്ത അന്വയം വന്നിട്ട് പുരുഷ യഥാ പ്രകൃതേഹെ ഗുണാൻ കാസ്നേന ജിഗൃക്ഷൻ നവദ്വാരം ദ്വിഹസ്താംഘ്രി തത്ര സാധു ഇതി അമനുത. എന്നുകൂടി പറയാം പുരുഷ യഥാ പ്രകൃതേഹെ ഗുണാൻ കാസ്നേന ജിഗൃക്ഷൻ നവദ്വാരം ദ്വിഹസ്താംഘ്രി തത്ര സാധു ഇതി അമനുത. ജീവാത്മാവ് എപ്പോൾ പ്രകൃതിയുടെ ഗുണങ്ങൾ മുഴുവനും ഗ്രഹിക്കുവാൻ ഇച്ഛിക്കുന്നുവോ അപ്പോൾ ആ 9 ദ്വാരങ്ങളും 2 കൈകാലുകളും ഉള്ള ആ ശരീരം, ആ മനുഷ്യ ശരീരം അവിടെ ഉചിതം ആണെന്ന് ചിന്തിച്ചു. അപ്പോൾ ഈശ്വരന് നാമരൂപങ്ങളോ കർമ്മങ്ങളോ ഗുണമോ ഒന്നും ഇല്ലായ്കയാണ് ഇങ്ങനെ വിവരിച്ചത്. ജീവന് പ്രകൃതിയുടെ സമസ്ത ഗുണങ്ങളും അനുഭവിക്കാൻ ആഗ്രഹം ജനിച്ചു. അപ്പോൾ 2 കയ്യ് 2 കാല് നവദ്വാരങ്ങൾ ഇവയെല്ലാമുള്ള ആ മനുഷ്യ ശരീരത്തെ അത് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ജീവന് പ്രകൃതിയുടെ സമസ്ത ഗുണങ്ങളും അനുഭവിക്കുവാൻ ആഗ്രഹം ജനിച്ചു. അപ്പോൾ ആ 2 കയ്യ് 2 കാല് നവദ്വാരങ്ങൾ ഇവയെല്ലാമുള്ള ആ മനുഷ്യ ശരീരത്തെ ആ പുരഞ്ജനൻ സ്വീകരിച്ചു എന്നർത്ഥം. ഇവിടെ പറഞ്ഞത് ജീവൻ പ്രകൃതി ഗുണങ്ങളെ സമസ്തമായിട്ട് അനുഭവിക്കാൻ ആഗ്രഹം ജനിച്ചപ്പോൾ നവദ്വാരങ്ങളും 2 കൈകളും കാലുകളുള്ളതും മനുഷ്യദേഹം ഉള്ളതുമായിരിക്കുന്ന മനുഷ്യദേഹം ലഭിച്ചു. അതിൽ സർവ വിഷയങ്ങളെയും വേണ്ടതുപോലെ സ്വീകരിപ്പാൻ സൗകര്യം ഉണ്ടെന്ന് വിചാരിക്കുകയും ചെയ്തു എന്നർത്ഥം. പുരുഷൻ എപ്പോൾ പ്രകൃതിയുടെ ഗുണങ്ങളെ മുഴുവൻ അനുഭവിക്കാൻ ആഗ്രഹിച്ചു. ശരീരങ്ങളിൽ വെച്ച് 9 ദ്വാരങ്ങളുള്ളതും 2 കൈകളുള്ളതും 2 പാദം ഉള്ളതും ആയിരിക്കുന്ന മനുഷ്യ ശരീരത്തെ അധികം ശ്രേഷ്ഠം എന്ന് കരുതിയിട്ട് ആ മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചപ്പോഴത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. വ്യാഖ്യാനത്തിലെ ശരണം നാമ ഭോഗായതനം നവദ്വാരം. ശരണം എന്നു പേരായിട്ടുള്ള ഭോഗായതനം, ഭോഗങ്ങളെ അനുഭവിക്കുന്ന നവദ്വാരം. ഭോഗായതനം നവദ്വാരം ദ്വിഹസ്താംഘ്രി ദേഹം വിദ്യാത്. ആ ശരണമായിരിക്കുന്ന ആ ശരീരം എന്നു പേരുള്ള ഭോഗായതനം, ആ ഭോഗങ്ങളെ അനുഭവിക്കുന്ന നവദ്വാരം 9 ദ്വാരങ്ങളുള്ളതും ദ്വിഹസ്താംഘ്രി
രണ്ട് പാദങ്ങളും രണ്ട് കൈകളും ഉള്ളതുമായിരിക്കുന്ന ദേഹം, ദേഹത്തെ വിദ്യാത്, ദേഹത്തെ ആ പുരുഷന്റെ ദേഹത്തെ ഇങ്ങനെ അറിയണം എന്നർത്ഥം. ശരണം നാമ ഭോഗായതനം നവദ്വാരം ദ്വിഹസ്താംഘ്രിം ദേഹം വിദ്യാത് എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം ഇവിടെ 5-ാമത്തെ ശ്ലോകം. ബുദ്ധിം തു പ്രമദാം വിദ്യാൻ മമാഹമിതി യത്കൃതം യാമധിഷ്ഠായ ദേഹേസ്മിൻ പുമാൻ ഭുങ്ക്തേ ക്ഷഭിർ ഗുണാൻ. ബുദ്ധിം തു പ്രമദാം വിദ്യാൻ മമാഹമിതി യത്കൃതം യാമധിഷ്ഠായ ദേഹേസ്മിൻ പുമാൻ ഭുങ്ക്തേ ക്ഷഭിർ ഗുണാൻ. മമ അഹം, ഞാൻ എൻ്റെ എന്ന് ഏതൊരുവളാൽ വരുത്തപ്പെട്ടുവോ, ഞാൻ എൻ്റേതെന്ന് ഏതൊരുവളാൽ വരുത്തപ്പെട്ടുവോ ആ പുരഞ്ജനിയെ, ബുദ്ധിയെ ആണ് ഇവിടെ പറയുന്നത്. പുരഞ്ജനിയെ ബുദ്ധിം, ബുദ്ധിയാണെന്ന് അറിയണം. ആ പുരഞ്ജനിയെ ബുദ്ധിയാണെന്ന് അറിയണം. യാതൊരുവളെ അധിഷ്ഠായ ആശ്രയിച്ചിട്ട് ഈ ശരീരത്തിൽ ആ ജീവാത്മാവ് ഇന്ദ്രിയദ്വാര ആ പ്രകൃതിയുടെ ഗുണങ്ങളെ അനുഭവിക്കുന്നു. മമ അഹം, ഞാൻ എൻ്റേത് എന്ന് ഏതൊരുവളാൽ വരുത്തപ്പെടുന്നുവോ, ഏതൊരുവളാലാണോ ആ ബോധം ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റേത്, അവളെ പ്രമദാം, അവളെയാണ് ആ പുരഞ്ജനി എന്ന് പറയുന്നത്. ആ പുരഞ്ജനിയെ ബുദ്ധിം, ബുദ്ധി എന്ന് വിദ്യാ അറിയണം. യാം, യാതൊരുവളെ, അധിഷ്ഠായ, യാതൊരുവളെ ആശ്രയിച്ച് ഈ ശരീരത്തിൽ ആ ജീവാത്മാവ് ഇന്ദ്രിയദ്വാര പ്രകൃതിയുടെ ഗുണങ്ങളെ അനുഭവിക്കുന്നു. ബുദ്ധിം തു പ്രമദാം, ബുദ്ധി എന്ന് അറിയണം. ആ പ്രമദാം ആയിരിക്കുന്ന വിദ്യാൻ മമാഹമിതി യത്കൃതം, ആ വിദ്യാമായ അതിൽ നിന്നും ആ മമ, ഞാൻ എൻ്റേത് എന്നുള്ള ഇത് വരുന്നു. യാമധിഷ്ഠായ ദേഹേസ്മിൻ, ആ ബുദ്ധിയെ അധിഷ്ഠാനം ചെയ്തിട്ട് ഈ ദേഹത്തിൽ പുമാൻ ഭുങ്ക്തേ ക്ഷഭിർ ഗുണാഹ, ആ പ്രകൃതിയുടെ ഗുണങ്ങളെ മുഴുവൻ ആ ഇന്ദ്രിയദ്വാര ആ പുമാൻ അനുഭവിക്കുന്നു, ഭുങ്ക്തേ അനുഭവിക്കുന്നു. അടുത്ത പദങ്ങൾ മമ അഹം, ഞാൻ എൻ്റെ, ഇതി എന്ന്, യത്കൃതം ഏതൊരുവളാൽ വരുത്തപ്പെട്ടുവോ താം, ഏതൊരുവളാൽ വരുത്തപ്പെട്ടുവോ താം, പ്രമദാം തു ആ പുരഞ്ജനിയെ, ബുദ്ധിം ബുദ്ധിയാണെന്ന് വിദ്യാ അറിയണം. യാം യാതൊരുവളെ അധിഷ്ഠായ ആശ്രയിച്ചിട്ട് അസ്മിൻ ദേഹേ ഈ ശരീരത്തിൽ പുമാൻ ജീവാത്മാവ് അക്ഷഭിഹി ഇന്ദ്രിയദ്വാര ഗുണാൻ പ്രകൃതിയുടെ ഗുണങ്ങളെ ഭുങ്ക്തേ അനുഭവിക്കുന്നു. ഒന്നുകൂടി പറയാം. മമ അഹം എൻ്റെ, ഞാൻ, ഇതി എന്ന്, യത്കൃതം ഏതൊരുവളാൽ വരുത്തപ്പെട്ടുവോ താം പ്രമദാം തു ആ പുരഞ്ജനിയെ, ബുദ്ധിം ബുദ്ധിയാണെന്ന് വിദ്യാ അറിയണം. യാം യാതൊരുവളെ അധിഷ്ഠായ ആശ്രയിച്ചിട്ട് അസ്മിൻ ദേഹേ ഈ ശരീരത്തിൽ പുമാൻ ജീവാത്മാവ് അക്ഷഭി ഇന്ദ്രിയദ്വാര ഗുണാൻ പ്രകൃതിയുടെ ഗുണങ്ങളെ ഭുങ്ക്തേ അനുഭവിക്കുന്നു. മമ അഹം ഇതി യത്കൃതം താം പ്രമദാം തു ബുദ്ധിം വിദ്യാത് യാം അധിഷ്ഠായ അസ്മിൻ ദേഹേ പുമാൻ അക്ഷഭിഹി ഗുണാൻ ഭുങ്ക്തേ. എന്നും കൂടി പറയാം. മമ അഹം ഇതി യത്കൃതം താം പ്രമദാം തു ബുദ്ധിം വിദ്യാത് യാം അധിഷ്ഠായ അസ്മിൻ ദേഹേ പുമാൻ അക്ഷഭിഹി ഗുണാൻ ഭുങ്ക്തേ. എൻ്റെ, ഞാൻ എന്ന് ഏതൊരുവളാൽ വരുത്തപ്പെട്ടുവോ ആ പുരഞ്ജനിയെ ബുദ്ധിയാണെന്ന് അറിയണം. യാതൊരുവളെ ആശ്രയിച്ചിട്ട് ഈ ശരീരത്തിൽ ജീവാത്മാവ് ഇന്ദ്രിയദ്വാര പ്രകൃതിയുടെ ഗുണങ്ങളെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇതിലൂടെ ആ ഉദ്ദേശ സാധ്യത കൈവരും എന്ന് വിചാരിക്കുകയും ചെയ്തു.
അങ്ങനെ മനുഷ്യ ശരീരത്തിലൂടെ ആ ഉദ്ദേശ കാര്യത്തെ സാധ്യത കൈവരിക്കുന്നു വിചാരിച്ചു. ഞാൻ എൻ്റേത് എന്നിത്യാദി ആ ബോധങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ ഈ മനുഷ്യദേഹത്തിലൂടെ ആ ഇന്ദ്രിയ ശക്തി കൊണ്ട് ആ പ്രകൃതിയുടെ ഗുണങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിലത്തെ അർത്ഥം വന്നിട്ട് ആ സ്ത്രീയെ ബുദ്ധി എന്നറിയുക. താനെന്നും എൻ്റേതും എന്നുള്ള മതം ബുദ്ധിയാലുണ്ടാകുന്നു. ആ ബുദ്ധിയെ അവലംബിച്ചിട്ട് പുരുഷൻ ഈ ശരീരത്തിലിരുന്ന് ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കണം. അപ്പോൾ ആ പ്രമാദ ശബ്ദത്താൽ ആ ബുദ്ധിയെ സൂചിപ്പിക്കുകയാണെന്ന് അറിയുക. അതിനെ ആശ്രയിച്ചതുകൊണ്ട് ജീവൻ ശരീരത്തെ ഞാനെന്നും ഭാര്യാപുത്രാദി ശരീരങ്ങളെ എൻ്റേതെന്നും അഭിമാനിക്കുകയും ഇന്ദ്രിയങ്ങളിൽ കൂടെ ശബ്ദസ്പർശാദി പ്രകൃതി ഗുണങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് വിവേകവതീം ബുദ്ധിം, വിവേകവതിയായിരിക്കുന്ന ബുദ്ധിയെ, പ്രമദാം, വിവേകവതിയായിരിക്കുന്ന അവളെ ബുദ്ധിയായിട്ട് പ്രമദാം ജാനി, നന്നായിട്ട് അറിയണം. വിവേകവതീം ബുദ്ധിം പ്രമദാം ജാനീഹി തസ്യാഹ സഖായോ, അത് അടുത്തതിലാണ് പറയുന്നത്. അപ്പോൾ വിവേകവതീം ബുദ്ധിം പ്രമദാം ജാനീഹി എന്ന വ്യാഖ്യാനത്തിൽ പറയുന്നുള്ളൂ. വിവേകവതിയായിരിക്കുന്ന അവളെ ആ ബുദ്ധിയായിട്ട് നന്നായിട്ട് അറിയണം. പ്രമദാം ജാനീഹി, വിവേകവതിം ബുദ്ധിം പ്രമദാം ജാനീഹി എന്നേ വ്യാഖ്യാനത്തിൽ പറയുന്നുള്ളൂ. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. അടുത്ത ശ്ലോകം 6-ാമത്തെ ശ്ലോകം. സഖായ ഇന്ദ്രിയഗണ ജ്ഞാനം കർമ്മ ച യൽകൃതം സഖ്യസ്ത്വദ്വൃത്തയ പ്രാണഃ പ്രപഞ്ചവൃത്തിർ പഞ്ചവൃത്തിർ യഥോരഗ. പഞ്ചവൃത്തിർ യഥോരഗ സഖായ ഇന്ദ്രിയഗണ ജ്ഞാനം കർമ്മ ച യൽകൃതം സഖ്യസ്തദ്വൃത്തയ പ്രാണഃ പഞ്ചവൃത്തിർ യഥോരഗഃ. എന്നൂടി പറയാം. സഖായ ഇന്ദ്രിയഗണ ജ്ഞാനം കർമ്മ ച യൽകൃതം സഖ്യസ്തദ്വൃത്തയ പ്രാണഃ പഞ്ചവൃത്തിർ യഥോരഗഃ. അപ്പോൾ ഈ സഖാക്കളായിട്ട് ഈ പുരഞ്ജരൻ്റെ സഖാക്കളായിട്ട് ആ ജ്ഞാനം ഇന്ദ്രിയഗണ സഖായ ഇന്ദ്രിയഗണങ്ങളാണ്. പിന്നെ ജ്ഞാനം കർമ്മച അറിവും പ്രവൃത്തിയും യത് കൃതം യാതൊരു ആ ഇന്ദ്രിയങ്ങളാൽ കൃതമായിട്ടുള്ളവയാണ് കർമ്മവും പ്രവൃത്തിയും. സഖാക്കൾ ഇന്ദ്രിയങ്ങളും ആ ഇന്ദ്രിയങ്ങളാൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളും പ്രവൃത്തിയും അറിവും പ്രവൃത്തിയും ആ ഇന്ദ്രിയങ്ങളാൽ ഉണ്ടാവുന്ന അറിവും പ്രവൃത്തിയും ആണ് ആ ഇന്ദ്രിയങ്ങളാൽ കൃതമാണ്. സഖ്യ അവര് തോഴിമാര് എന്ന് പറയാം. അപ്പോൾ സഖാക്കൾ ഇന്ദ്രിയങ്ങൾ അതിലൂടെ വരുന്ന അറിവിനെയും കർമ്മത്തെയും തോഴിമാരായിട്ട് പറയുന്നു. തദ്വൃത്തേയ ആ ഇന്ദ്രിയ വൃത്തങ്ങളാണ് അവയൊക്കെ. ഉരഗഹ യഥ ഇന്ദ്രിയ വൃത്തങ്ങളായിരിക്കുന്ന പാമ്പ്. ഉരഗഹ യഥ 5 ഫണമുള്ള സർപ്പം പോലെയാണ്. പഞ്ചവൃത്തി 5 പ്രകാരഭേദമുള്ള പ്രാണങ്ങൾ. അപ്പോൾ തദ്വൃത്തയ അതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് ആ ഇന്ദ്രിയവൃത്തങ്ങളാണ്. അത് എങ്ങനെ എന്തുകൊണ്ടാണ് പ്രവർത്തിപ്പിക്കുന്നത്? 5 ഫണം ഉള്ള 5 പടം ഉള്ള സർപ്പം പോലെ ഉള്ള പഞ്ചവൃത്തി 5 പ്രകാരമുള്ള ആ പ്രാണങ്ങളെ കൊണ്ടാണ് ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ കൃതം ആക്കി പ്രവർത്തിപ്പിക്കുന്നത്. ഇന്ദ്രിയവൃത്തങ്ങളാണ്. തദ്വൃത്തയ ഇന്ദ്രിയവൃത്തങ്ങളാണ്. ഉരഗഹ യഥ 5 ഫണമുള്ള സർപ്പം പോലെയാണ് അത്. പഞ്ചവൃത്തി 5 പ്രകാരങ്ങളുള്ള പ്രാണൻ ആകുന്നു. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. സഖായ സഖാവായവർ
ഇന്ദ്രിയഗണാ ദശേന്ദ്രിയങ്ങളാണ്. 10 ഇന്ദ്രിയങ്ങളെയാണ് ഇന്ദ്രിയഗണങ്ങൾ എന്ന് പറയുന്നത്. ജ്ഞാനം അറിവും കർമ്മച പ്രവൃത്തിയും തത്കൃതം യാതൊരു ഇന്ദ്രിയങ്ങളാൽ കൃതമാണ്. അതിനെ സഖ്യ തോഴിമാരെന്നാൽ തദ്വൃത്തേഹ അതിൻ്റെ തോഴിമാരാണ് അതിൻ്റെ വൃത്തികൾ. ആ ഇന്ദ്രിയ വൃത്തികളാണ് തോഴിമാർ. ഉരഗഹ യഥ 5 ഫണമുള്ള സർപ്പം പോലെ ആണ് ആ പഞ്ചവൃത്തി 5 പ്രകാരഭേദമുള്ള 5 പ്രകാരമുള്ള പ്രാണന്റെ വൃത്തികൾ. 5 ഫണമുള്ള സർപ്പം പോലെയാണ് ആ പഞ്ചപ്രകാരത്തിലുള്ള പ്രാണന്റെ വൃത്തികൾ എന്നർത്ഥം. കൂടി പറയാം. സഖായ സഖം സഖാവായവർ ഇന്ദ്രിയഗണാ ദശേന്ദ്രിയങ്ങൾ ആണ്. ജ്ഞാനം അറിവും കർമ്മച പ്രവൃത്തിയും യത് കൃതം യാതൊരു ഇന്ദ്രിയങ്ങളാൽ കൃതമാണ്. സഖ്യ തോഴിമാരെന്നാൽ തദ്വൃത്തേഹ ആ ഇന്ദ്രിയവൃത്തങ്ങളെയാണ് തോഴിമാരെന്ന് പറയുന്നത്. ഉരഗഹ യഥ 5 ഫണമുള്ള സർപ്പം പോലെയാണ് പഞ്ചവൃത്തി 5 പ്രകാരഭേദമുള്ള പ്രാണൻ. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് സഖായ ഇന്ദ്രിയഗണാഹ ജ്ഞാനം കർമ്മച യൽ കൃതം സഖ്യ തദ്വൃത്തയ ഉരഗഹ യഥാ പഞ്ചവൃത്തി പ്രാണഃ. എന്നുകൂടി പറയാം. സഖായ ഇന്ദ്രിയഗണാഹ ജ്ഞാനം കർമ്മച യൽ കൃതം സഖ്യ തദ്വൃത്തയ ഉരഗഹ യഥാ പഞ്ചവൃത്തി പ്രാണഃ. അപ്പം ഇവിടെ അതിൻ്റെ അർത്ഥം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ മനുഷ്യദേഹത്തിലൂടെ ആ ഇന്ദ്രിയ ശക്തികളെ കൊണ്ട് പ്രകൃതിയുടെ ഗുണങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. കൂട്ടുകാർ ഇന്ദ്രിയങ്ങളാണ്, സഖാക്കൾ ഇന്ദ്രിയങ്ങളാണ്. അവയിൽ കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുകയും ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ അറിയുകയും ചെയ്യുന്നു. അങ്ങനെ കൂട്ടുകാരികൾ ആ ഇന്ദ്രിയ വൃത്തികളാണ്. ഇന്ദ്രിയ വൃത്തികളായാണ് കൂട്ടുകാരികൾ എന്ന് പറയുന്നത്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നീ 5 പ്രകാരത്തിലുള്ള പ്രാണന്റെ വ്യാപാരങ്ങളെയാണ് 5 ഫണങ്ങളുള്ള സർപ്പം പ്രതിനിധീകരിക്കുന്നത്. ആ 5 പഞ്ചപ്രാണങ്ങളെയാണ് സർപ്പമായിട്ട് അവിടെ പ്രതിനിധീകരിക്കുന്നത്. ഈ പ്രകൃതി ഗുണങ്ങളെ അറിയുന്ന ഈ പ്രാണന്റെ പ്രവർത്തനം കൊണ്ടാണ്, പഞ്ചപ്രാണങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. അങ്ങനെ ഈ മനുഷ്യ ദേഹത്തിലൂടെ ആ ഇന്ദ്രിയ ശക്തി കൊണ്ട് പ്രകൃതിയുടെ ഗുണങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നു. കൂട്ടുകാർ ഇന്ദ്രിയങ്ങളാണ്. അവയിൽ ആ കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുകയും ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ അറിയുകയും ചെയ്യുന്നു. അവരുടെ കൂട്ടുകാരികളാണ് ഇന്ദ്രിയവൃത്തികൾ. ആ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നീ 5 പ്രകാരത്തിലുള്ള ആ പ്രാണന്റെ വ്യാപാരങ്ങളെയാണ് 5 ഫണങ്ങളുള്ള സർപ്പം പ്രതിനിധീകരിക്കുന്നത്. അതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സഖാവായിരിക്കുന്നത് ആയവർ ദശേന്ദ്രിയങ്ങളാണ്. അറിവും പ്രവൃത്തിയും യാതൊരു ഇന്ദ്രിയങ്ങളാൽ കൃതം ആയിട്ടുള്ളതാണ്. സഖ്യ തോഴിമാരെന്നാൽ തദ്വൃത്തേ അവയുടെ ഇന്ദ്രിയ വൃത്തികളെയാണ്. 5 ഫണമുള്ള സർപ്പം എന്ന് പറയുന്നത് പഞ്ചവൃത്തി 5 പ്രകാരത്തിലുള്ള പ്രാണങ്ങളെയാണ്. ഇവിടെ ഒന്നുകൂടി പറയാം. അതിൻ്റെ അർത്ഥം ജ്ഞാനവും കർമ്മവും ചെയ്യുന്ന ജ്ഞാനേന്ദ്രിയങ്ങളാണ് സഖാക്കൾ എന്ന് പറയപ്പെട്ടവർ. ആ ഇന്ദ്രിയവൃത്തികളാണ് സഖിമാരെന്ന് പറയപ്പെടുന്നത്. പ്രാണവൃത്തികളോട് കൂടിയ പ്രാണവായുവാണ് 5 ശിരസ്സുള്ള സർപ്പം എന്ന് പറയപ്പെട്ടത്. അപ്പോൾ ഇവിടെ സഖാക്കൾ എന്ന് ഇന്ദ്രിയ സമൂഹങ്ങളെ പറഞ്ഞു. അവയാൽ വസ്തുജ്ഞാനവും പ്രവൃത്തിയും ജീവനുണ്ടാകുന്നു. അങ്ങനെ സഖികൾ എന്ന ഇന്ദ്രിയവൃത്തികളെയും സർപ്പം എന്ന 5 വിധത്തിൽ വ്യാപരിക്കുന്ന ആ പ്രാണങ്ങളെയും പറയുന്നു. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ തസ്യ സഖായോ ജീവന്റെ സഖാക്കളായിട്ട് ജ്ഞാനകർമ്മേന്ദ്രിയാണി ജ്ഞാനവും കർമ്മേന്ദ്രിയങ്ങളും യാഹ സഖ്യസ്ഥാ സഖാക്കളും സഖികളായിട്ട് ആ ഇന്ദ്രിയവൃത്തികളും തസ്യാഹ സഖായോ ജ്ഞാനകർമ്മേന്ദ്രിയാണി യാഹ സഖ്യസ്ഥാ
ഇന്ദ്രിയവൃത്തയ. അപ്പോൾ ആ ജീവൻ്റെ സഖാക്കളായിട്ട് ആ ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനകർമ്മേന്ദ്രിയാണി യാഹ, അവയുടെ ആ തോഴിമാരായിട്ട് സഖ്യസ്ഥാഹ, തോഴിമാരായിട്ട് ഇന്ദ്രിയവൃത്തികളും ഉണ്ടായി. അപ്പോൾ അതിലത്തെ അന്വയം വ്യാഖ്യാനം തസ്യാ സഖായോ ജ്ഞാനകർമ്മേന്ദ്രിയാണി യാഹ സഖ്യസ്ഥാഹ ഇന്ദ്രിയവൃത്തയ. ഇത്രയും ഭാഗങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ.